1, 2, 3 കഴിഞ്ഞു. നാലാമനാര്. വെൽക്കം ടു സെല്ലുലോയിഡ് റാങ്കിങ്സ്. മൈ നെയിം ഇസ് ആനന്ദ് ആൻഡ് ലെറ്റ്സ് ബിഗിൻ. നൗ ദിസ് വൺ ഇസ് കോൾഡ് ദി ഐ ട്രേസ്. ഇതില് ക്യാമറ മൂവ്മെന്റ്സ്, ഫ്രെയിമിങ്, കളേഴ്സ്, ലൈറ്റിങ്, സൗണ്ട് എന്നതിൽ പലതും യൂസ് ചെയ്ത് ഓഡിയൻസിന്റെ നോട്ടം എങ്ങോട്ടാണെന്ന് കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയോ? സിമ്പിൾ ആക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രണയവിലാസം എന്ന സിനിമ എടുക്കുക. അർജുൻ അശോകിന്റെ ക്യാരക്ടറുടെ അമ്മ മരിച്ചിട്ട് ചിത കൊളുത്തുന്ന ഒരു സീൻ ഉണ്ട്. ഈ ചിത കൊളുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ മനോജ് കെയുവിന്റെ ക്യാരക്ടർ കാല് തെറ്റി വീഴാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ആളുകൾ ആരൊക്കെയോ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ആ സീൻ അവിടെ കഴിയുന്നു. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ടു ദ ക്ലൈമാക്സ്. അർജുൻ അശോകനും മനോജ് കെയും കൂടി ശ്രീധന്യ, അതായത് അമ്മയുടെ ക്യാരക്ടർ ചെയ്ത ആക്ടറുടെ പഴയ കാമുകനെ തേടി പോകുന്നുണ്ട്. അത് ഹക്കീം ഷാജഹാനാണ്. ആളെ കണ്ട് വർത്താനം പറഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു കട്ട് സീൻ വരുന്നുണ്ട്. ഇതേ ഫ്യൂണറൽ, അമ്മ മരിച്ചിട്ട് അടിതെറ്റി വീഴുന്ന മനോജ് കെയും. ഈ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച ആൾ ഹക്കീം ഷാജഹാനാണെന്ന്. അതിനി അവർ രണ്ടാമത് ഷൂട്ട് ചെയ്ത് അവിടെ ഹക്കീം ഷാജഹാനെ വെച്ചതാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. റീവൈൻഡ് അടിച്ച് നോക്കിയാൽ നമ്മൾ ആ സീനിൽ ശരിക്കും ഹക്കീം ഷാജഹാനെ കാണുന്നുണ്ട്. ഇതെന്തുകൊണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല? കഥയുടെ അപ്പത്തെ ഒരു സിറ്റുവേഷനും ഫ്രെയിമിങ്ങും എഡിറ്റിങ്ങും കാരണം നമ്മൾ അച്ഛനിലേക്കാണ് നോട്ടം പോയത്. ഇതിനെയാണ് ഐ ട്രേസ് എന്ന് പറയുക. ഇതേപോലെ തന്നെ വളരെ ഫേമസ് ആയ ഒരു എക്സാമ്പിൾ ആണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റിൽ റെഡ് ഉടുപ്പിട്ട ഒരു കുട്ടി വരുന്നത്. കംപ്ലീറ്റ് സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഈ കുട്ടി ഒരാൾ മാത്രമാണ് കളറിൽ. ഈ കുട്ടിയുടെ ഡ്രസ്സ് മാത്രമാണ് കളറിൽ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ നടക്കുന്ന ഫ്രെയിം ആണെങ്കിലും നമ്മൾ ഈ കുട്ടിയാണ് ശ്രദ്ധിക്കുന്നത്. കംപ്ലീറ്റ് വയലൻസ് സൈഡിൽ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും കെയോസിനിടയിൽ ഈ കുട്ടി പോകുന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ കളേഴ്സിനെയാണ് ഐ ട്രേസിന് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് റൂൾസ് കൂടെ ബാക്കിയുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? ഫോളോ ഫോർ മോർ.